Jaya Kunjavihari Jaya Dava Dava Jaya Kunjavihari Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna. Hare Krishna, thank you. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimirandasya Nanna. ക്ലാസ് ഒക്കെ എടുത്തു വെച്ച് റെഡിയായി. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ. കേൾക്കുന്നില്ലേ? യെസ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ഗദാദി സ്വപതാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യ देवं श्री राधा कृष्ण पादा सह गण ललिता श्री विशाखानिधांश. हे कृष्णा करुणा सिंधु दीन बंधु जगतपति गोपेशा गोपिका कांता राधा कांता नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुस्तुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. श्री चैतन्य मनोभीष्टं स्थापितं श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा. हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे. मूकं करोति वाचालं कंगुल्लंघे देगिलं यत्कृपातमहं वन्दे परमानन्दमाधवं. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. हरे कृष्ण. Krishna, thank you. Om Tat Sat. Hare Krishna. ഭഗവത് ഗീതയുടെ കർമ്മയോഗ പദ്ധതിയിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ അധ്യായം. ഈ കർമ്മയോഗത്തില് നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ നമ്മൾ കവർ ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം എടുത്ത നിർത്തിയ ശ്ലോകം ഏതാണ്? 12 വരെയോ 13 വരെ അല്ലേ? 13 എടുത്തില്ല. 13 വായിച്ചു. അതെ, 13 വായിച്ചു. 13 നമ്മൾ കവർ ചെയ്തെങ്കിലേ അത് മൊത്തത്തെ ആവത്തോളം എന്ന് പറഞ്ഞു. അപ്പം 14, 15, 16 കൂടെ കഴിയുമ്പം കാർമിക് അതായത് ആക്ഷനിൽ നിന്ന്, അതായത് കർമ്മ പദ്ധതിയിൽ നിന്നും കർമ്മയോഗ പദ്ധതിയിലേക്ക് നമ്മളെ എങ്ങനെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു സന്യാസിയുടെ നിർവചനം നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ റിനൗൺസിയേഷൻ ഓഫ് വർക്ക് ഓർ വർക്ക് ഇൻ ഡിവോഷൻ, ഭക്തിയുത സേവനത്തിലൂടെയുള്ള കർമ്മങ്ങളെ കുറിച്ച് 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു. ഇനി 10 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങൾ ഒരു സന്യാസിയുടെ നിർവചനമാണ് ആക്ച്വലി പറയുന്നത്. ആരാണ് സന്യാസി? അപ്പം ആക്ച്വലി ശാസ്ത്രം പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ സന്യാസത്തോടെ ആയിരിക്കണം ജീവിക്കേണ്ടത്. അപ്പോൾ സന്യാസി വനത്തിൽ പോയി ജപിക്കുന്ന അല്ലെങ്കിൽ ധ്യാനിച്ചിരിക്കുന്ന ഒരാളല്ല സന്യാസി കലിയുഗത്തില്.
ഗൃഹസ്ഥാശ്രമി തന്നെ സന്യാസ ജീവിതവുമാണ്. അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഈ 16 വരെയുള്ള ശ്ലോകങ്ങൾ പറയുന്നത്. ഇനി അങ്ങോട്ട് 14, 15, 16 പറയുന്നത്. പിന്നെ അടുത്ത 2 ഭാഗങ്ങളോടുകൂടി ഈ കർമ്മയോഗം എന്നുള്ള അധ്യായം അവസാനിക്കുകയാണ്. അതിൽ 17 മുതൽ 35 വരെ അവര് എങ്ങനെ നമുക്ക് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പെർഫോമിങ് ഡിറ്റാച്ച്ഡ് വർക്ക് നേരത്തെ പറഞ്ഞു കർമ്മയോഗത്തിലൂടെ പോകുമ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്, പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അവിടെ കൊണ്ട് ഭഗവാൻ നിർത്തുകയാണ്. ഭഗവാൻ ശ്രദ്ധിച്ചോണം, ഭഗവാൻ അർജുനനോട് കൊടുക്കുന്ന ഉപദേശങ്ങളെല്ലാം ലാസ്റ്റിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് വാണിംഗ് മെസ്സേജാണ്. 18ാമത്തെ അധ്യായത്തിന്റെ ലാസ്റ്റിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഭഗവത്ഗീത വായിച്ച് പോകുമ്പോഴാണ് അത് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു 50 പ്രാവശ്യം വായിച്ചിട്ട് 51ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴും ഭഗവാൻ 50 പ്രാവശ്യം വായിച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ 51ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവുന്നു. ഇത് ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് പറയുന്നത് ഇത് ഗുഹ്യതമം ശാസ്ത്രം. മാത്രമല്ല ജ്ഞാനം വിജ്ഞാന സഹിതം പറയുന്നത്. അത് മാത്രമല്ല വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീത ശില്പി വെച്ചിട്ടുണ്ടോ ഞാൻ എന്നും ഭഗവത്ഗീത വായിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടോ ഒരിക്കലും ഭഗവത്ഗീത മനസ്സിലാക്കാൻ പോകുന്നില്ല. അത് ചലഞ്ചാണ്. ഇവിടെ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തുന്നത് ബിവെയർ ഓഫ് ലസ്റ്റ് ആൻഡ് ആങ്കർ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അസൂയാരഹിതമായ ഭക്തിയുത സേവനം എത്ര പേര് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലാണെന്ന് പറയാം, തത്വത്തിൽ പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ സ്പിരിച്വൽ പ്രാക്ടീസ് ഞാൻ എത്രത്തോളം അസൂയാരഹിതമായി ചെയ്യുന്നു എന്നുള്ളതാണ് എന്നോടുള്ള ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ അങ്ങനെ അതാണ് ഭഗവാൻ ലാസ്റ്റിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന വാണിംഗ് മെസ്സേജ്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 13ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചത് യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈഹി പുഞ്ചതേ തേ ത്വഖം പാവം യേ പചന്ത്യ ആത്മകാരണാത്. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. അടുത്ത ശ്ലോകം നമ്മളെല്ലാം പഠിച്ച ശ്ലോകമാണ്. അതുകൊണ്ട് അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നോക്കി വരണം, സബ്ജക്റ്റീവ് ആവണം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും സബ്ജക്റ്റീവ് ആയിരിക്കണം. ഇന്ന് കുട്ടികളത് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യ അതന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ. 15 കർമ്മ ബ്രഹ്മോദ്ഭവം വിത്തി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. 16 ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഹായുരിന്ദ്രിയാരാമോ മോഖം പാർത്ഥ സജീവതി. നോക്കാം 3 കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അല്ലെങ്കിൽ 2 കവർ ചെയ്യാം. അന്നാദ്ഭവന്തി ഭൂതാനി. അൺമ്യൂട്ട് ചെയ്യാം, ചൊല്ലാം. ഒരു പ്രാവശ്യമേ ചൊല്ലത്തുള്ളൂ, പിന്നെ എല്ലാവർക്കും ചെല്ലാം. കാര്യം പർപ്പട്ട് വായിച്ചില്ല. ഭാവാർത്ഥം ബൈ ഹിസ് ഗ്രേസ് ശ്രീല പ്രഭുപാദ, ഹിസ് ഗ്രേസ് ശ്രീല പ്രഭുപാദ കി ജയ്. ഭാവാർത്ഥം വായിച്ചോളൂ ജയപ്രകാശ്. വായിച്ചു. ഹരേ കൃഷ്ണ. എന്താ പറഞ്ഞ അല്ലെങ്കിലും അടുത്ത ശ്ലോകത്തിൽ വായിക്കും, അതിനകത്ത് വ്യത്യാസമില്ല. ഹരേ കൃഷ്ണ.
പ്രഭു പറഞ്ഞ പറഞ്ഞ അയാളെ തലയിലാണെന്നുള്ളത് അങ്ങനെയൊക്കെ പ്രഭു പറഞ്ഞു. ഹരേ കൃഷ്ണ. പണി ചോദിച്ചു മേടിച്ചോന്നാണ്, പണി ചോദിച്ചു മേടിച്ചാന്നാണ് ചോദിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയശ്രീല പ്രഭുപാദ്. ഭഗവത് ഭക്തന്മാരെ അഥവാ കൃഷ്ണാവബോധം ഉണർന്നവരെ സന്ധഹ എന്ന് വിളിക്കുന്നു. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ അവരെപ്പോഴും ഭഗവാനെ പ്രേമിച്ചു കൊണ്ടിരിക്കും. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി. സത്തുക്കൾ എപ്പോഴും ഗോവിന്ദനും ആനന്ദദായകനും മുകുന്ദനും മുക്തിദാതാവും ആയ കൃഷ്ണനിൽ സർവാകർഷനിൽ പ്രേമബദ്ധരാകയാൽ ആദ്യം തന്നെ അവിടത്തേക്ക് നിവേദിക്കാതെ യാതൊന്നും സ്വീകരിക്കുകയില്ല. അവർ ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം എന്നിങ്ങനെ പലവിധത്തിൽ ഭക്തിപൂർവകമായ സേവനയജ്ഞം തുടർന്നു പോരുന്നു. ഈ അനുഷ്ഠാനങ്ങൾ അവരെ ഭൗതിക ലോകത്തിലെ സമ്പർക്കങ്ങളിൽ നിന്നുളവാകുന്ന മാലിന്യങ്ങളിൽ നിന്നെല്ലാം ഒഴിച്ചു നിർത്തുകയും ചെയ്യുന്നു. തനിക്ക് മാത്രമായോ ഇന്ദ്രിയ സന്ദർപ്പണത്തിനോ ആഹാരമൊരുക്കുന്നവരാകട്ടെ ചോരന്മാരാണെന്ന് മാത്രമല്ല പലവിധത്തിലുള്ള പാപഭോക്താക്കളും കൂടിയാണ്. ചോരനും പാപിയുമായ ഒരാൾ എങ്ങനെ സന്തുഷ്ടനാകും? തീർച്ചയായും അത് സാധ്യമല്ല. അതിനാൽ എല്ലാവിധത്തിലും സന്തുഷ്ടരാകണമെങ്കിൽ മനുഷ്യർ പൂർണ്ണമായി കൃഷ്ണാവബോധം സ്വീകരിച്ചുകൊണ്ട് പ്രയാസമില്ലാത്ത സങ്കീർത്തന യജ്ഞത്തിൽ പരിശീലനം നേടണം. മറ്റൊരു വിധത്തിലും ലോകത്തിൽ ശാന്തിയോ സുഖമോ ഉണ്ടാവാൻ വയ്യ. ഹരേ കൃഷ്ണ. ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ശ്ലോകം കൂടെ വായിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അതിനാൽ എല്ലാ വിധത്തിലും സന്തുഷ്ടരാകണമെങ്കിൽ മനുഷ്യർ പൂർണ്ണമായി കൃഷ്ണാവബോധം സ്വീകരിച്ചുകൊണ്ട് പ്രയാസമില്ലാത്ത സങ്കീർത്തന യജ്ഞത്തിൽ പരിശീലനം നേടണം. അതിനു മുമ്പായിട്ട് എന്താ പറഞ്ഞത്? തനിക്ക് മാത്രമായോ ഇന്ദ്രിയ സന്ദർപ്പണത്തിനോ ആഹാരം ഒരുക്കുന്നവരാകട്ടെ ചോരന്മാരാണെന്ന് മാത്രമല്ല പല വിധത്തിലുള്ള പാപഭോക്താക്കളും കൂടിയാണ്. ചോരനും പാപിയുമായ ഒരാൾ എങ്ങനെ സന്തുഷ്ടനാകും? എന്തുകൊണ്ടാണെന്നുള്ള ഉത്തരമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അന്നാദ്ഭവന്തി ഭൂതാനി ജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. ശബ്ദാർത്ഥം ശ്രീരഭൂപാദക്കിജി. അന്ന ധാന്യങ്ങളിൽ നിന്ന് ഭൂതാനി ഭൗതിക ശരീരങ്ങൾ ഭവന്തി വളരുന്നു. ഇവിടെ നേരത്തെ മുമ്പ് വായിച്ച സന്ധ എന്ന് ഉദ്ദേശിക്കുന്ന ഭഗവത് ഭക്തന്മാരെ അഥവാ കൃഷ്ണാബോധം വളർന്നവരെ സന്ധ എന്ന് വിളിക്കുന്നു. ഇവിടെ അന്നധാന്യങ്ങളിൽ നിന്ന് ഭൂതാനി ഭൗതിക ശരീരങ്ങളിൽ ഭവന്തി വളരുന്നു, ഉണ്ടാകുന്നു. പർജന്യാത് മഴയിൽ നിന്നാണ് അന്നസംഭവ അന്നം ഉണ്ടാകുന്നത്. യജ്ഞങ്ങളിൽ നിന്ന് പർജന്യ മഴ, ഭവതി ഉണ്ടാകുന്നു, യജ്ഞ യജ്ഞം, കർമ്മസമുദ്ഭവ നിയത കർത്തവ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീരഭൂപാദക്കീച്ചെ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. ഇതിന്റെ ഭാവാർത്ഥം വിപിൻ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഭഗവത്ഗീതയുടെ വിശിഷ്ട വ്യാഖ്യാതാവായ ശ്രീ ബലദേവ വിദ്യാഭൂഷൺ ഇങ്ങനെ എഴുതുന്നു. ഇന്ദ്രിയാദ്യംഗതയാവസ്ഥിതം യജ്ഞം സർവേശ്വരം വിഷ്ണും അഭ്യർച്യുതശേഷം അശ്നന്ദിതേന തദ്ദേഹയാത്രാം
സമ്പാദയന്തി തേ സന്തഃ സർവേശ്വരസ്യ യജ്ഞപുരുഷസ്യ ഭക്താ സർവകിൽബിഷൈർ അനാദികാല വിവൃദ്ധിർ ആത്മാനുഭവ പ്രതിബദ്ധകൈർ നിഖിലൈ പാപൈർ വിമിച്യന്തേ. ഓക്കെ, അടുത്ത പാരഗ്രാഫ് വായിച്ചുള്ളൂ. സകല യജ്ഞങ്ങളുടെയും ഭോക്താവ് യജ്ഞപുരുഷനാണെന്നറിയപ്പെടുന്ന ശ്ലോകം ദേവാദിദേവനായ ശ്രീ ഭഗവാനാണ്. ശ്ലോകം ഏതാ? കീർത്തന ശ്ലോകം. ഫുള്ള് ചൊല്ലിക്കോളൂ. സർവലോക മഹേശ്വരം സുകൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഹരേ കൃഷ്ണ. കണ്ണീതോളൂ. ശരീരത്തെ വിവിധ അവയവങ്ങൾ എന്ന പോലെ അദ്ദേഹത്തെ ദേവന്മാർ ഉപചരിക്കുന്നു. ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ തുടങ്ങിയവർ ഭൗതിക കാര്യങ്ങളുടെ അധിപതികളാണ്. വായു, വെളിച്ചം, വെള്ളം മുതലായ ഭക്ഷ്യവസ്തുക്കൾ വിളയിക്കാൻ ആവശ്യമുള്ള വിഭവങ്ങൾ അവർ കനിഞ്ഞു വേണ്ടുവോളം നൽകട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ദേവന്മാർക്ക് വേണ്ടി യജ്ഞാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വേദങ്ങൾ നിർദ്ദേശിക്കുന്നത്. കൃഷ്ണ ഭഗവാനെ പൂജിക്കുമ്പോൾ അവിടുത്തെ വിഭിന്ന അവയവങ്ങൾ മാത്രമായ ദേവന്മാരും സ്വാഭാവികമായി പൂജിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെ പ്രത്യേകം പൂജിക്കേണ്ടുന്ന ആവശ്യമില്ലാതെ വരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണാബോധമാർന്ന ഭക്തന്മാർ ശ്രീകൃഷ്ണനെ ആദ്യമേ നിവേദിച്ച ശേഷം മാത്രം ആഹാരം കഴിക്കുന്നത്. ശരീരത്തെ ആത്മീയമായി പോഷിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള മുൻ പാപങ്ങളുടെ പ്രതികരണങ്ങൾ നശിക്കുകയും ഭൗതിക പ്രകൃതിക്ക് സഹജമായ അശുദ്ധിയൊന്നും ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന കാലത്ത് അണുനാശക ഔഷധങ്ങൾ കുത്തിവെക്കുന്നത് കൊണ്ട് രോഗബാധയിൽ നിന്ന് രക്ഷ കിട്ടുന്നത് പോലെ കൃഷ്ണന് നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് കൊണ്ട് വൈഷയികാസക്തിയെ ചെറുത്തു നിൽക്കാനുള്ള കരുത്തുണ്ടാകുന്നു. പതിവായി ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഭക്തൻ. കൃഷ്ണന് നിവേദിച്ചത് മാത്രം ഭക്ഷിക്കുക. കൃഷ്ണാബോധം ഉറച്ച ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം കൈവരിക്കുന്നതിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന പഴയ ഭൗതിക വിഷബാധയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനാവാൻ കഴിയും. മറിച്ച് അങ്ങനെ ഭക്ഷണം നിവേദിക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന ഒരാളുടെ പാപകർമ്മങ്ങൾ വർദ്ധിച്ചു വരികയാൽ അവയുടെ പ്രത്യാഘാതങ്ങളെ അനുഭവിക്കാൻ വേണ്ടി അടുത്ത ജന്മത്തിൽ പന്നിയുടെയും നായുടെയും ശരീരം എടുക്കേണ്ടി വരുന്നു. മാലിന്യം നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം. പവിത്രമായ കൃഷ്ണപ്രസാദം ഭുജിക്കുന്നവർക്ക് ആ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാകും. അങ്ങനെ ചെയ്യാത്തവർ മാലിന്യത്തിനു വിധേയരാകും. മനുഷ്യന് ഭക്ഷ്യയോഗ്യങ്ങളായത് ധാന്യങ്ങളും പച്ചക്കറികളുമാണ്. മനുഷ്യർ പലവിധം ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷിക്കുന്നു. മൃഗങ്ങൾ അവയുടെ ശേഷിച്ച ഭാഗവും പുല്ല്, ചെടികൾ എന്നിവയും ആഹാരമാക്കുന്നു. മൃഗങ്ങളെ തിന്നുന്നവർക്കും മാംസം ഭക്ഷിക്കണമെങ്കിൽ സസ്യങ്ങളെ ആശ്രയിച്ചേ പറ്റൂ. അതുകൊണ്ട് കൃഷ്ണഭൂമിയിലെ ഉത്പന്നങ്ങളെയാണ് ഫാക്ടറികളിലെ ഉത്പന്നങ്ങളെയല്ല നിലനിൽപ്പിനായി നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. കൃഷി ഭൂമിയിലെ ഉൽപ്പന്നം വേണ്ടും വണ്ണമുള്ള മഴയെ ആശ്രയിച്ചിരിക്കും. മഴയാകട്ടെ ഇന്ദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, വരുണൻ മുതലായ ഭഗവത് കിങ്കരരെയും യജ്ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാം. തന്മൂലം യജ്ഞാനുഷ്ഠാനങ്ങൾ ചെയ്യാതിരുന്നാൽ ദുർഭിക്ഷം അനുഭവിക്കപ്പെട്ടേക്കാം. പ്രകൃതി നിയമമാണിത്. ഭക്ഷണ ദൗർബല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും യജ്ഞം, വിശേഷിച്ച് കലിയുഗത്തിലേക്ക് വിധിക്കപ്പെട്ട സങ്കീർത്തന യജ്ഞം അനുഷ്ഠിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലാസ്റ്റ് പറഞ്ഞു നിർത്തി. തന്മൂലം യജ്ഞാനിഷ്ടങ്ങൾ ചെയ്യാതിരിക്കുന്നത് ദുർഭിക്ഷം അനുഭവപ്പെട്ടേക്കാം. പ്രകൃതി നിയമമാണിത്. ഭക്ഷണ ദൗർബല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും യജ്ഞം, വിശേഷിച്ച് കലിയുഗത്തിലേക്ക് വിധിക്കപ്പെട്ട സങ്കീർത്തന യജ്ഞം അനുഷ്ഠിക്കേണ്ടതാണ്. അടുത്ത ശ്ലോകം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതാണ്, എങ്കിലും അതിൻ്റെയും കണക്റ്റഡ് ആണ്. അടുത്ത ശ്ലോകം കൂടെ വായിക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ മീനിങ്ങിലോട്ട് വരുന്നത്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി
कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवम् ब्रह्माक्षरसमुद्भवम् कर्म ब्रह्मोद्भवं विद्धि कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवम् ब्रह्माक्षरसमुद्भवम् तस्मात् सर्वगतं ब्रह्मा तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम् नित्यं यज्ञे प्रतिष्ठितम् तस्मात् सर्वगतं ब्रह्मा तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम् प्रतिष्ठितम् नित्यं यज्ञे प्रतिष्ठितम् ശബ്ദാർത്ഥം ശീലപ്രഭുപാദയ്ക്ക് ജി. കർമ്മം പ്രവൃത്തി ബ്രഹ്മോദ്ഭവം വേദങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് വിധി നീ അറിയുക. ബ്രഹ്മ വേദങ്ങൾ അക്ഷരസമുദ്ഭവം പരബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. തസ്മാത് അതുകൊണ്ട് സർവഗതം സർവവ്യാപിയായ ബ്രഹ്മ അതീന്ദ്രിയ സത്ത നിത്യം എന്നും യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. വിവർത്തനം ആവർത്തനത്തോടെ ശീലപ്രഭുപാദയ്ക്ക് ജി. വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ചതാണ് വേദങ്ങൾ. അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി कर्म ब्रह्मोद्भवं विद्धि ബ്രഹ്മാക്ഷര സമുദ്ഭവം ब्रह्माक्षरसमुद्भवम् തസ്മാത് സർവഗതം ബ്രഹ്മ तस्मात् सर्वगतं ब्रह्म നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. नित्यं यज्ञे प्रतिष्ठितम्. രാജീവ് പ്രഭു ശ്ലോകം. हरे कृष्ण. कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम्. कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम्. कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म नित्ययज्ञे प्रतिष्ठितम्. कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म नित्ययज्ञ प्रतिष्ठितम्. സൂര്യ. कृष्ण. कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म नित्यं यज्ञेन प्रतिष्ठितम्. कृष्ण. ആമി. कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म यज्ञे प्रतिष्ठितम्. അച്ഛനില്ലേ അവിടെ? അച്ഛൻ വിളിക്കുക. ഓക്കെ. ഓർത്തും ഇട്ടുണ്ട് അവിടെ നിന്നപ്പോഴേ മനസ്സിലായി. ഓക്കെ. ഓക്കെ. ജയപ്രകാശ്. कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम्. कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम्. कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम्. വിദ്യാജി.
कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षरसमुद्भवं तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम्. कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम्. സുശീം പ്രഭു. മ്യൂട്ടാണ്, ഒരു മിനിറ്റ്. മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम्. ഹരേ കൃഷ്ണ. സൂര്യ ഭാവാർത്ഥം വായിക്കും. മ്യൂട്ട് ആമയുടെ കയ്യിലാ. ഓക്കെ. ഹരേ കൃഷ്ണ. ജയ ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ ശ്ലോകത്തിൽ കർമ്മത്തെ, അതായത് കൃഷ്ണപ്രീതിക്ക് മാത്രമുള്ള കർമ്മത്തെ വീണ്ടും വിശദമായി വിവരിക്കുന്നു. യജ്ഞപുരുഷനായ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താനാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശം തേടേണ്ടത് ബ്രഹ്മത്തിൽ അഥവാ ദിവ്യമായ വേദത്തിൽ നിന്നാണ്. കർമ്മസംബന്ധിയായ നിർദ്ദേശങ്ങളും സമാഹാരമാണ് വേദങ്ങൾ. വേദോപദിഷ്ടമല്ലാത്ത കർമ്മം, വികർമ്മം, ആധികാരികമല്ലാത്തതും പാപകരവുമാകുന്നു. കർമ്മത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വേദവിധി അനുസരിച്ച് പ്രവർത്തിക്കണം. സാധാരണ ജീവിതത്തിൽ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതുപോലെ തന്നെ ഒരാൾ ഭഗവത് സാമ്രാജ്യത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. പരമദിവ്യോത്തമ പുരുഷന്റെ സർവേശ്വരന്റെ ശാസ്ത്രോച്ചാസ്യത്തിൽ നിന്ന് നേരിട്ട് രൂപം കൊണ്ടവയാണ് വേദനിർദ്ദേശങ്ങൾ. അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം ഏതത് യത് പ്രഭു എവിടെ വായിച്ചു നിർത്തിയത്? അസ്യ മഹതോ ഭൂതസ്യ അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം ഏതത് യത് ഋഗ്വേദോ യജുർവേദ സാമവേദ അഥർവാംഗ ഗിരസഹ. അതായത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളും ശ്രീ ഭഗവാന്റെ ശ്വസനത്തിൽ നിന്നുണ്ടായവയാണ്. ബൃഹദാരണ്യകോപനിഷത്ത് 4:5-11. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ സർവശക്തനായ അവിടത്തേക്ക് ശ്വാസത്തിലൂടെ സംസാരിക്കുവാൻ കഴിയും. ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും മറ്റിന്ദ്രിയങ്ങളുടെ പ്രവർത്തികൾ ചെയ്യാൻ ഭഗവാന് പ്രയാസമില്ല. ശ്വാസം കൊണ്ട് സംസാരിക്കാം, ദൃഷ്ടി കൊണ്ട് ഗർഭോത്പാദനം നടത്താം. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ വീക്ഷണമേറ്റ ഭൗതിക പ്രകൃതിയിൽ നിന്ന് സകല ജീവജാലങ്ങളും ഉദ്ഭവിച്ച് എന്ന് പറയപ്പെടുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗർഭാശയത്തിൽ ബദ്ധരായ ആത്മാക്കളെ ഉത്പാദിപ്പിച്ച ശേഷം ആ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചെത്തേണ്ടത് എങ്ങനെയെന്ന് ഭഗവാൻ വൈദിക വിജ്ഞാനത്തിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലെ ബദ്ധരായ ജീവാത്മാക്കൾക്കെല്ലാം ഭൗതിക സുഖാസ്വാദനത്തിലാണ് ആസക്തി എന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് ആ വഴി പിഴച്ച ആഗ്രഹങ്ങൾ നിറവേറ്റി മിഥ്യാസുഖങ്ങൾ അനുഭവിച്ച ശേഷം ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താനാകുന്ന വിധത്തിലുള്ളവയാണ് വേദങ്ങളുടെ നിർദ്ദേശങ്ങൾ. ബദ്ധരായ ജീവാത്മാക്കൾക്ക് മുക്തി നേടാൻ അവ വഴി വെക്കുന്നു. അവർ കൃഷ്ണാവബോധവന്മാരായി വൈദിക നിർദ്ദേശം അനുസരിച്ചുള്ള യജ്ഞ പരിപാടികൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. ഈ വൈദിക നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവർക്കും കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാം. അവ വൈദിക യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഫലം ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു.
ഇവിടെ വേദങ്ങൾ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ കൃഷ്ണൻ നേരിട്ട് ഉത്ഭവിച്ചതാണ് വേദങ്ങൾ. അതിനാൽ സർവ്വവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നൊന്നും കുടികൊള്ളുന്നത്. അടുത്ത ശ്ലോകത്തിന്റെ വിവർത്തനം കൂടെ ഞാനൊന്ന് വായിക്കാം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഘാരുദ്രിയാരോ മോഖം ഭാർത്തസ ജീവതി. പ്രിയപ്പെട്ട അർജുന, വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. ഇന്ദ്രിയ സമർപ്പണത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവന്റെ ജീവിതം ഫലം ഇല്ലാത്തതാണ്. അപ്പം ആരാണ് പാപി? ആരാണ് മോഷ്ടാവ്? ഒരുവന്റെ പാപപങ്കിലമായ ജീവിതത്തിൽ എന്താണ് അവസാനം സംഭവിക്കുന്നത് എന്ന് ഈ 3 ശ്ലോകത്തിലൂടെ പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് കഴിക്കാനുള്ള ആഹാരം കിട്ടുന്നതെന്നും പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കും. നമുക്ക് മഴ മൂലം, ഇവിടെ പറയുന്നു എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു, അതാകട്ടെ മഴ മൂലം ഉണ്ടാകുന്നു, മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു, യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളായ വായു, ജലം, വെളിച്ചം ഒക്കെ ആവശ്യമാണ്. കൃത്രിമമായി ഒന്നും ഇത് 3ഉം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ഒരു യാഥാർത്ഥ്യം നമുക്കറിയാമെങ്കിലും എത്ര പേര് ഓർമ്മിക്കുന്നുണ്ട്? ആസുരീജനകമായ മനസ്സുണ്ട് കൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഓർമ്മിക്കുന്നില്ല. എത്ര നമ്മുടെ മുന്നിൽ പറഞ്ഞ ഒരു മാജിക്ക്, എത്ര ഒരു മാജിക്കാണ്! ഒരു ജലം കൊണ്ട്, ആ ജലം കുടിക്കുന്നത് കൊണ്ട് മാത്രം സസ്യങ്ങൾ പുഷ്പിക്കുന്നു, വിത്തുകൾ ഉണ്ടാകുന്നു. ആ ജലം കുടിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ജീവൻ നിലനിൽക്കുന്നു. അപ്പം വിശിഷ്യമായ ആ ജലത്തിനെ എത്ര പേർക്ക്, അല്ലെങ്കിൽ എത്ര അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റും? സുശീന്ദ്രു, ഓക്കെ, കുട്ടികളുടെ അടുത്തോട്ട് വരാം. ജലത്തിന്റെ എന്താണ് രാസവാക്യം അല്ലെ? എന്താണ് പറയുന്നത്? മറന്നുപോയി. കെമിക്കൽ ഫോർമുല H2O. കെമിക്കൽ ഫോർമുല H2O. ഈ H2O കൊണ്ടുള്ള ഈ സൂത്രവാക്യം കൊണ്ട് ജലദൗർബല്യം നേരിടുന്ന ഈ ഭൂമിയിൽ എത്ര പേർക്ക് ജലം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? സുശീന്ദ്രു അല്ല, വീണ്ടും ഞാൻ കുട്ടികളെ അടുത്തോട്ട് വരിക. കുട്ടികൾ പറയട്ടെ, എത്ര പേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? ഒരു സിറ്റി പോലും കംപ്ലീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഒരു കംപ്ലീറ്റ് സിറ്റി പോലും ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കൊണ്ട് കംപ്ലീറ്റ് വാട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പം അവിടെയാണ് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ, മത്ത സർവം പ്രവർത്തതേ. പിന്നെന്താ? ഇതി മത്വാ ഭജന്തേ മാം ബുദ്ധാഭാവസമന്വിതാഃ. ഈ ആധ്യാത്മിക ഭൗതിക പ്രവർത്തനങ്ങളുടെ, നിങ്ങള് ഒരുപക്ഷെ മെറ്റീരിയലി എൻജോയ്ഡ് ആയിരിക്കാം, അതുപോലും ഈ ആധ്യാത്മിക ഭൗതിക പ്രവർത്തനങ്ങൾ എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഉറവിടം ഞാനാണ്. ഇതറിയാവുന്ന ബുദ്ധിമാന്മാർ, ഇതറിയുന്ന ബുദ്ധിമാന്മാര് അവര് പറയും, ഞാൻ നിസ്സഹായകനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, എനിക്ക് ഒരു റോളും ഇല്ല ഈ കാര്യത്തില്. അങ്ങനെ അറിയുന്ന ബുദ്ധിമാന്മാർ, അത്യന്താധുനിക ശാസ്ത്രജ്ഞനല്ല, അങ്ങനെ അറിയാവുന്ന ബുദ്ധിമാന്മാർ എൻ്റെ അടുത്ത് വരും. ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മള്
മൂന്ന് തരം ആൾക്കാരെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. മൂന്നര ആൾക്കാരെന്താണ്? ഈ അധ്യായത്തിന്റെ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു മൂന്ന് തരം ആൾക്കാർ. ഒന്ന് കർമ്മീസ്, രണ്ട് അതാണ് കർമ്മീസ്, ധനമോഹികളാണ് കർമ്മീസ്. രണ്ട് അറിവ് നേടുന്നവര്, ജ്ഞാനികൾ, അറിവ് നേടാൻ ചെല്ലുന്നവര്, ജ്ഞാനികൾ. അതായത് പിന്നെ മൂന്നാമത്തത് ഭക്തര്, ഡിവോട്ടീസ്. അവിടെ ഈ ധനമോഹികൾ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് അത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്, കർമ്മികൾ. ആ കർമ്മികൾ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നു. നന്ദന എന്തോ പറയുന്നു, അല്ല പിന്നെ കീർത്തന എന്തോ പറയുന്നു, പറഞ്ഞോളൂ. അല്ല പ്രഭു, ശ്ലോകം ചതുർവിധ ഭജന്തേ. ചതുർവിധ ഭജന്തേ മാം. നാല് തരത്തിലുള്ള ആൾക്കാര്. അതെ, വായിച്ചോളൂ. ശരിയാണ്, ചതുർവിധ ഭജന്തേ മാം. ജനസുഹൃദിനോ അർജുന, ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി, ജ്ഞാനി ഛ പരദർശക. കറക്റ്റ്. അതില് ഏതൊക്കെയാണ് പറയുന്നത്? ജ്ഞാനം ആഗ്രഹിക്കുന്നവര്, പിന്നെ ധനമോഹികള്, സുഹൃത്തികൾ. അല്ല, അവരെല്ലാം സുഹൃത്തികളാണെന്നാണ് പറയുന്നത്. അസുരാർത്ഥാർത്ഥി, ജ്ഞാനം ആർജിക്കുന്നവര്, ജ്ഞാനികള്. ഇതില് ഞാൻ 3 എന്ന് പറഞ്ഞത് കർമ്മികളെ ഒന്ന് മെർജ് ചെയ്തു. കർമ്മികള് 2 പേര് വരും. ഒന്ന് ഇൻ 2 സെക്ഷൻ, സകാമകർമ്മം, നിഷ്കാമകർമ്മം എഴുതി വെച്ചു. സകാമകർമ്മം, നിഷ്കാമകർമ്മം, 2 പേരും അധ്വാനിക്കുന്നവരാണ്. തത്വത്തിൽ 2 പേരും അധ്വാനിക്കുന്നവരാണ്, കർമ്മം ചെയ്യുന്നവരാണ്. സകാമകർമ്മം, നിഷ്കാമകർമ്മം. ഞങ്ങളുടെ അടുത്ത് ഒരാളുണ്ടായിരുന്നു, ഒരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം അധ്വാനിച്ചിട്ട് വരും. അദ്ദേഹം എന്താണ് അധ്വാനിച്ചിട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ ധനം കൊണ്ട് എന്താണ് വാങ്ങിക്കൊണ്ട് വരുന്നത്? കുറച്ച് സാമ്പത്തികമേ ഉണ്ടാവത്തുള്ളൂ. എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ആദ്യം അദ്ദേഹം അതെടുത്ത് കഴിക്കും. കുട്ടികൾക്കുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാറില്ല. അദ്ദേഹത്തിന്റെ പോളിസി എന്ന് പറയുന്നത്, ഞാനാണ് ഉണ്ടാക്കുന്നത്, അപ്പം ഞാനാണ് ആദ്യം കഴിക്കേണ്ടത്. എൻ്റെ ഇഷ്ടത്തിന് കഴിച്ചിട്ട്, നടന്ന സംഭവമാണ് പറയുന്നത്, എൻ്റെ ഇഷ്ടത്തിന് കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മറ്റുള്ളവർ കഴിച്ചാൽ മതി, ഭാര്യയാകട്ടെ കുട്ടികളാകട്ടെ. പലപ്പോഴും ആ കുട്ടികൾ പട്ടിണിയിലായിരുന്നു. പല സമയത്തും ആഹാരത്തിന് വേണ്ടിയിട്ട് പലരെയും സമീപിച്ചിരുന്നു. അദ്ദേഹം പരിപൂർണ ആരോഗ്യവാനായിരുന്നു. ഇതിനെ സകാമകർമ്മം എന്ന് പറയുന്ന ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സകാമകർമ്മം എന്താണ് ഞാൻ ചെയ്യുന്നത്, ആ കർമ്മത്തിന്റെ പരിപൂർണമായിട്ടുള്ള ഫലം എനിക്ക് തന്നെ വേണം. ഭൗതികതാവാദി, ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ സ്റ്റേജ് വളരെ പരിതാപകരമാണ്. ആഹാരമില്ലായ്മയുടെ, ആഹാരം കഴിക്കാൻ പറ്റാത്ത സ്റ്റേജാണ്. മറ്റൊരു കാർമിക് റിയാക്ഷൻ. രണ്ടാമത്തെ അതിനകത്ത് നിഷ്കാമകർമ്മം. ഇത് ഞാൻ ചെയ്യുന്നത് പല കർഷക കുടുംബത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും.
അവരധ്വാനിക്കുന്നുണ്ട്. അധ്വാനിച്ചിട്ട് ഒരു നേരത്തെ പോലും ആഹാരം കഴിക്കാതെ ഒട്ടിയ വയറുമായിട്ട് സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവൻ കഴിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. വന്നിട്ട് അതൊരു നിഷ്കാമ കർമ്മത്തിന് ഉദാഹരണമാണ്. ഞാൻ ഭൗതികമായിട്ട് നിന്ന് പറയുകയാണ്. പ്രാക്ടിക്കലി ഞാൻ അധ്വാനിക്കുന്നത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പൊ അവിടെ ആ കർമ്മത്തിന്റെ ഫലം ആസ്വദിക്കുന്നില്ല. പക്ഷെ ആ കർമ്മത്തിന്റെ ഫലം കുട്ടികൾ ആസ്വദിക്കുമ്പോൾ അവൻ സന്തുഷ്ടനാകുന്നു, ആ പിതാവ് സന്തുഷ്ടനാകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും സേവന ഭോക്താവ്, ആ സേവനം കിട്ടേണ്ടത് സേവകൻ, അത് ഭഗവാനാണ്. ആ ഭഗവാനിൽ നമ്മുടെ സേവന പ്രവർത്തനം പരിപൂർണമായിട്ട് സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതിനെയാണ് ആനന്ദം എന്ന് പറയുന്നത്. ഭഗവാനെ, പരമകാരുണ്യകനായ ഭഗവാനെ, ഇതെല്ലാം അങ്ങയുടേതാണ്. അവിടെയാണ് പറയുന്നത് യജ്ഞം അത്യാവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ യജ്ഞത്തിലൂടെ ആയിരിക്കണം. ആ യജ്ഞം സമർപ്പിച്ചതിന് ശേഷം ഉള്ള യജ്ഞശിഷ്ടമാണ് നമ്മൾ കഴിക്കേണ്ടത്. കാര്യം ഭോക്താരം യജ്ഞ തപസ്സാണ്. എല്ലാത്തിൻ്റെയും ഭോക്താവ് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ വൃന്ദാവനത്തില് കാണിച്ചു കൊടുത്തത്. എന്താണ് കാണിച്ചു കൊടുത്തത്? ഉദാഹരണം, എന്തുദാഹരണ കാണിച്ചു കൊടുത്തേ? എന്തുദാഹരണ കാണിച്ചു കൊടുത്തേ? വെണ്ണ മോഷ്ടിച്ചതൊന്ന്. ഓക്കെ, പറഞ്ഞല്ലോ അത്രയും. പിന്നെന്താ? ഗോവർദ്ധന പർവ്വതം പൊക്കിയതിന്റെ കാര്യം എന്താണ് ഉണ്ടായത്? എന്ത് റീസണിലാണ്? ഇന്ദ്രന് യജ്ഞം കൊടുക്കുമ്പോൾ, പൂജിക്കുമ്പോൾ ഭഗവാൻ ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞു. കാര്യം സാക്ഷാൽ യജ്ഞപുരുഷൻ അവിടെ നിൽക്കുമ്പം ആ യജ്ഞപുരുഷനെ നോക്കുകുത്തിയായിട്ട് ഇന്ദ്രന് നമ്മൾ യജ്ഞം സമർപ്പിക്കുന്നു. അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. കാര്യം യഥാവിധി യജ്ഞപുരുഷൻ ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഗോവർദ്ധനത്തിന് പൂജിക്കാൻ പറഞ്ഞു. ഗോവർദ്ധനത്തിനെ പൂജിച്ച സമയത്ത് ഭഗവാൻ അവിടെ ഉണ്ട്. ആ യജ്ഞം ശിഷ്ടം, ആ യജ്ഞം സമർപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തിലുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ഓരോ പ്രവർത്തികളുടെയും ഭോക്താവ് ഭഗവാനാണ്, നമ്മളല്ല. അതല്ലാതെ ചെയ്യുമ്പോൾ ആണ് നമ്മൾ ഭാവങ്ങള് ഭുജിക്കുന്നത്. അങ്ങനെ യജ്ഞശിഷ്ടം സ്വീകരിച്ചത് കൊണ്ട് നമ്മുടെ ശരീരം പ്യൂരിഫൈ ആകുന്നു. അങ്ങനെ ഒരു ജന്മത്തെ കുറിച്ച് പറയാമോ? പ്യൂരിഫൈ ആയിട്ട് ഭഗവാന്റെ വളരെ വലിയൊരു ഭക്തനായിട്ട് വന്നൊരു ജന്മം ആരാണെന്ന് പറയാൻ പറ്റുമോ? നന്നു പറയാമോ? എന്തോ പ്രസാദം കൊണ്ട് മാത്രം, യജ്ഞശിഷ്ടം കൊണ്ട് മാത്രം കഴിച്ച് നല്ലൊരു ജന്മത്തിലേക്ക് വന്ന ഒരു ശ്രേഷ്ഠനായ വ്യക്തി, എല്ലാം പ്യൂരിഫൈ ചെയ്തിട്ട് ഭഗവാന്റെ ഭക്തനായിട്ട് ഭൂമിയിൽ വന്നു. വിദ്യാജി, ഞാൻ ചോദിച്ചുകൊണ്ടാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ സിമ്പിൾ ആയിരുന്നു. എന്താ പറഞ്ഞത്? വിദ്യാജി എന്തെങ്കിലും പറഞ്ഞില്ലേ ആൻസർ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ ആരോ എന്തോ പറഞ്ഞിരുന്നല്ലോ. ഭഗവാൻ ഭോക്താവാണ്. ഭഗവാന് സമർപ്പിച്ചതാണ് ചോദിച്ചത്. ഭഗവാന് സമർപ്പിച്ചത്, ഞാൻ ചോദിച്ച മെസ്സേജ് കണ്ടിട്ട് പറയണം. ഭഗവാന് സമർപ്പിച്ചത്, ഭഗവാൻ ഭോക്താവാണ്. ഭഗവാന് സമർപ്പിച്ചതിന്റെ ആണ് യജ്ഞശിഷ്ടം.
ആ യജ്ഞശിഷ്ടം, അതായത് നിവേദ്യശിഷ്ടം, ആ നിവേദ്യശിഷ്ടം കഴിച്ചുകൊണ്ട് പ്യൂരിഫൈ ആയിട്ടുള്ള, അതായത് ശുദ്ധീകരിച്ചിട്ട് അടുത്തൊരു ജന്മം കിട്ടി. ഭഗവാന്റെ വളരെ വലിയൊരു ഭക്തനായിട്ടൊരു ജന്മം കിട്ടി. ഞാൻ ഒരു കുളു തരാം. കുളു പൂർവജന്മത്തിൽ ദാസീപുത്രനായിരുന്നു. പൂർവജന്മത്തിൽ ഒരു വേലക്കാരിയുടെ പുത്രനായിരുന്നു, നാരദ മഹർഷി. വേലക്കാരിയുടെ പുത്രനായിരിക്കുമ്പോൾ ഉള്ള പേരെന്തായിരുന്നു? ഉപബർണൻ. നാരദ മഹർഷിക്ക് എന്നുള്ള നമ്മൾ കേട്ട ആ ജന്മത്തിന് തൊട്ട് മുമ്പ് എത്ര ജന്മം ഉണ്ടായിരുന്നു? 2 ജന്മം. കലിയുഗത്തിൽ സങ്കീർത്തന യജ്ഞമാണ് എന്ന് പറഞ്ഞു, നമ്മൾ വായിച്ചു. നാമജപം കൊണ്ട് മാത്രം അതേ ജന്മത്തിൽ തന്നെ പവിത്രീകരിച്ച ഒരു വ്യക്തിയുടെ പേരെന്താണ്? ഈ ജന്മത്തിൽ തന്നെ നാമജപം കൊണ്ട് പവിത്രീകരിച്ച, ആസുരീക ഭാവത്തിൽ നിന്നും സാത്വിക ഭാവത്തിലോട്ട് വന്ന ഒരു ശ്രേഷ്ഠനായ വ്യക്തി. എന്തോ? വാൽമീകി മഹർഷി. ശരിയാണ്. നാമജപം കൊണ്ട് മാത്രം ആ വാൽമീകി മഹർഷിയുടെ നാവിൽ നിന്ന് ഉയർന്ന ആദ്യത്തെ വാക്ക് മാ നിഷാദ. അദീനാനുകമ്പ എപ്പോഴാണ് യജ്ഞശിഷ്ടത്തിൽ ഫിൽട്ടർ ആയത്, ആ ബോഡി, ആ ഭൗതിക ശരീരം ശുദ്ധീകരിച്ചത്, ആ ശുദ്ധീകരണ പ്രക്രിയ അവിടെ നടന്നപ്പോൾ ആ വ്യക്തി ദീനാനുകമ്പ പ്രകടിപ്പിച്ചു. അതുവരെ ദീനാനുകമ്പ പ്രകടിപ്പിച്ചിട്ടില്ല. ഇപ്പം കലിയുഗത്തില് ഭക്തിയുത സേവനം അല്ലെങ്കിൽ നിവേദ്യ ഭക്ഷണം, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപ യജ്ഞം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഓരോ അടിയും ഓരോ പ്രയാസങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രയാസങ്ങളെ തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ത്രാണി നമുക്കുണ്ടാവണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ സിറ്റുവേഷൻ നമുക്കറിയാം. നമ്മളിവിടെ എല്ലാവർക്കും പിടിപെട്ടിരിക്കുന്ന അസുഖമാണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടി ഇവിടെ പറഞ്ഞിരുന്നല്ലോ. പകർച്ചവ്യാധി പിടിക്കുന്ന കാലത്ത് അണുനാശക ഔഷധങ്ങൾ കുത്തിവെക്കുന്നത് കൊണ്ട് രോഗാവസ്ഥ രക്ഷ കിട്ടുന്നത് പോലെ കൃഷ്ണന് നിവേദിച്ച് പ്രസാദം ഭക്ഷിക്കുന്നത് കൊണ്ട് വൈഷയിക ആസക്തിയെ ചെറുത്തു നിൽക്കാനുള്ള കരുത്തുണ്ടാകുന്നു. പതിവായി ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഭക്തൻ. ഇപ്പൊ നമ്മള് അഭിമുഖീകരിക്കുന്ന സിറ്റുവേഷൻ ഇതാണ്. ചൈന കോവിഡ് എന്ന ഒരു വ്യാധി. ഇപ്പം ഈ കോവിഡിന് വേണ്ടിയിട്ട് നമ്മൾ വാക്സിൻ എടുക്കുന്നു. എന്തിന് വാക്സിൻ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരുന്ന രോഗാണുവിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനുണ്ടാകണം. ഇത് സത്യമല്ലേ? സത്യമല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവില്ലെന്ന് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാര്യം ദുഃഖാലയം അശാശ്വതം. നമ്മൾ ചെളിക്കുണ്ടിലാണ് കിടക്കുന്നത്. ഞാൻ നേരത്തെയും ഒരു ഉദാഹരണം പറഞ്ഞു. പ്രഭുപാദരുടെ അടുത്ത് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞത്, ആ ഇന്റർവ്യൂവറുടെ അടുത്ത് ഉത്തരം പറഞ്ഞത്, നമുക്ക് ബാത്റൂമിൽ ഇരുന്ന് സംസാരിക്കാമെന്ന്. ഇപ്പൊ ഇന്റർവ്യൂവർ നെറ്റിച്ചുളിച്ചു. ബാത്റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നു.
അത് ഇരിക്കാനുള്ള സ്ഥലമല്ലല്ലോ. അവിടെ നമുക്ക് വേണ്ടാത്തത് കളയാനുള്ള സ്ഥലമല്ലേ എന്നാണ് ഇന്റർവ്യൂ ചോദിച്ചത്. അപ്പൊ പ്രഭുപാദര് പറഞ്ഞത് ആ ബാത്റൂം പോലെയാണ് ഈ ഭൗതിക ലോകം. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ, നമ്മൾ ക്ലേശങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ക്ലേശങ്ങൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. അത് നമ്മൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. ആ ജീവിതത്തിലെ പ്രയാസങ്ങളെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് റെസിസ്റ്റൻസ് പവർ വേണം, നമ്മുടെ മനസ്സിന് റെസിസ്റ്റൻസ് പവർ വേണം. നമ്മൾ അവിടെ കരയാൻ പാടില്ല. അവിടെ കരയുകയല്ല വേണ്ടത്. കരയുന്നത് കൊണ്ട് ഒരിക്കലും ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. കരയുന്നത് കൊണ്ട് സൊല്യൂഷൻ ഉണ്ടാവുമോ? അത് കുട്ടികളുടെ കാര്യം പോട്ടെ, വാശി ഇടിച്ച് കരയുമ്പോൾ ഐസ്ക്രീം വേണമെന്ന് കരയുമ്പോൾ ഐസ്ക്രീം കിട്ടും അല്ലെ? കരയുന്നത് കൊണ്ട്, ഒരാള് കരയുന്നത് കൊണ്ട് സൊല്യൂഷൻ ഉണ്ടാവുമോ? സുശീം പ്രഭു. കരയുന്നത് കൊണ്ട് സൊല്യൂഷൻ ഉണ്ടാവില്ലെങ്കിലും കരയുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടുമായിരിക്കാം. സൊല്യൂഷൻ അത് സൊല്യൂഷൻ ഇല്ല. അത് ശരിയാണ്. യഥാർത്ഥ ജ്ഞാനം കിട്ടാത്തത് കൊണ്ടാണ് കരയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നുന്നത്. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കരയുന്നത് കൊണ്ട് നമുക്ക് സൊല്യൂഷൻ ഇല്ല. ഇനി സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യത്തെ ഓർമ്മിച്ചിട്ട് നമ്മൾ എന്തിനാ കണ്ണ് കരയുന്നത്? ഇനി സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കരയുന്നത്? രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് നമുക്കുള്ളൂ. ഇപ്പം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ദൃഢീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമുക്ക് അത്തരം റെസിസ്റ്റൻസ് പവർ വേണം. ആ റെസിസ്റ്റൻസ് പവർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിവേദ്യം കഴിക്കണം. നിവേദ്യ ശിഷ്ടം കഴിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. നിവേദ്യ ശിഷ്ടം നിരന്തരമായി കഴിച്ചിട്ട് കലിയുഗത്തിലെ യജ്ഞമായ സങ്കീർത്തന യജ്ഞത്തിലൂടെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമുക്ക് നിസ്സാരമായിട്ട് പവിത്രീകരിക്കാൻ പറ്റും. അങ്ങനെ പവിത്രീകരിക്കുമ്പോൾ ലോകത്ത് നടക്കുന്നതാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നതാകട്ടെ ഒന്നും നമ്മളെ ബാധിക്കില്ല. എഴുതി തരാം, ഒന്നും ബാധിക്കില്ല. അങ്ങനെയുള്ള ജ്ഞാനം എത്തുമ്പോൾ മാത്രമേ നിഷ്കാമനായിട്ടുള്ള ഒരു ഭക്തി സേവനത്തിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ ആ കർമ്മ കാണ്ഡത്തിൽ നിന്നുള്ള കർമ്മയോഗത്തിലുള്ള ആ ഒരു 4 സ്റ്റെപ്പ് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തു. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇതില് ദ ലാഡർ ഓഫ് സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ഏറ്റവും താഴെ നമ്മൾ നിൽക്കുകയാണ്, കർമ്മകാണ്ഡത്തിലാണ്. നമ്മൾ ഭൗതിക ആസ്വദിക്കുന്നുണ്ട്, ഭൗതിക ആസ്വാദനം, ഫ്രൂട്ടീവ് വർക്കർ, പെർഫോമിങ് റിച്വൽസ് ഫോർ എലവേഷൻ ടു ഹെവൻലി പ്ലാൻസ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് സ്വർഗപ്രാപ്തി കിട്ടണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടണം അന്ന് വിചാരിച്ചിട്ട് ഓരോ വകുപ്പുകളിലുള്ള ദേവന്മാരെ നമ്മൾ പൂജിക്കാൻ ശ്രമിക്കും. കാര്യം നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ സ്വർഗം കിട്ടണം. എന്താണ് സ്വർഗത്തിലുള്ളത്? സുഖിക്കാൻ പറ്റും. അപ്പം ആ ഒരു സുഖം കിട്ടണം, നമുക്ക് പറഞ്ഞറിവേ ഉള്ളൂ. ആ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വർഗത്തിന്റെ അധിപനെ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ പൂജിക്കാൻ ശ്രമിക്കും. ശരി, ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിയോ? എന്തോ ദിവ്യാജി, ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിയോ ഈ യജ്ഞം കൊണ്ട്? അമൃതമാതായി, ഈ യജ്ഞം കൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിയോ? മ്യൂട്ടാണോ? എന്തോ
ഏത് യജ്ഞം കൊണ്ട്? അതായത് വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട്, വിവിധ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതുകൊണ്ട് സ്വർഗലോകം വരെ നമുക്ക് എത്താൻ പറ്റും. ഈ യജ്ഞങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസത്തെ മാറിയുമോ? മാറും. വിവിധ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആത്യന്തികമായിട്ടുള്ള പ്രയാസം, അതായത് എന്താണ്? ജന്മ, മൃത്യു, ജരാ, വ്യാധി. ജന്മ, മൃത്യു, ജരാവാധിയിൽ നമ്മൾ രക്ഷപ്പെട്ടോ? ഇല്ല. അതാണ് ചോദിച്ചത്. ചോദ്യം ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് കിട്ടത്തില്ല. വീണ്ടും അടുത്ത ജന്മം, അതെല്ലാം അനുഭവിച്ചതിന് ശേഷം വീണ്ടും ജനിക്കേണ്ടി വരും. ഈ മൃത്യുലോകത്തിൽ ജനിക്കേണ്ടി വരും. ഇപ്പൊ കർമ്മകാണ്ഡത്തിന് നേരെ നമ്മൾ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോഴാണ് സന്യാസാവസ്ഥ, കർമ്മയോഗം. അതായത് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, അതിന്റെ ഫലം ഞാനല്ല ആസ്വദിക്കേണ്ടത്. ഇത് ആരിൽ നിന്നാണോ കിട്ടിയിരിക്കുന്നത്, ഈ മഴ ആരിൽ നിന്നാണോ ഉണ്ടാകുന്നത്, ഈ മഴ മൂലമാണ് ധാന്യങ്ങൾ ഉണ്ടാകുന്നത്, ധാന്യങ്ങളിൽ നിന്നാണ് ജീവജാലങ്ങൾ ജീവിക്കുന്നത്. ഈ ജീവജാലങ്ങൾ ഈ മഴ യജ്ഞപ്രകാരമുള്ള യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും ആണ് കിട്ടുന്നതെന്ന് പറയും. അങ്ങനെയുള്ള തിരിച്ചറിവിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ഭൗതിക പ്രതിഫലങ്ങളെ നമ്മൾ പൂർണ്ണമായി ആസ്വദിക്കാതെ അത് ഭഗവാന് സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ സന്യാസിയായി. ഇതാണ് സന്യാസിയുടെ നിർവചനം. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഭോക്താവ് നമ്മളല്ല, ഭഗവാനാണ് എന്നുള്ള തിരിച്ചറിവിനെ സന്യാസി എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കർമ്മയോഗയെ, അപ്പൊ അവിടെയാണ് നിഷ്കാമ കർമ്മം സ്റ്റെപ്പ് 1 നമ്മൾ എത്തും. 0-ൽ നിന്ന് 1-ലെത്തും. അത് കഴിഞ്ഞിട്ട് ജ്ഞാനയോഗത്തിലോട്ട് നമ്പർ 2 ആണ്. ജ്ഞാനം കിട്ടും, ആത്മീയമായ ജ്ഞാനം. റിനൗൺസിങ് ഫ്രൂട്ട്സ്, സ്പെക്യുലേറ്റീവ് നോളജ് അബൌട്ട് ബ്രഹ്മൻ ആൻഡ് ആസ്റ്ററിറ്റി. എന്താണ് ബ്രഹ്മം എന്നൊക്കെയുള്ള അറിവിലെത്തുമ്പോൾ ജ്ഞാനയോഗത്തിൽ നമ്മൾ എത്തും. അവിടുന്ന് ആ ജ്ഞാനയോഗത്തിലോട്ട് പിന്നെ നമ്മൾ 3-ാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് അഷ്ടാംഗ യോഗത്തിലാണ്. യമ, ആസന, നിയമം, അങ്ങനെ ഉള്ള അഷ്ടാംഗ യോഗ പദ്ധതിയിൽ നമ്മൾ എത്തും. അങ്ങനെ വരുമ്പോൾ കൺട്രോൾ ഓഫ് മൈൻഡ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു പരിശീലനത്തിൽ നമ്മൾ എത്തും. അപ്പൊ നമ്പർ 3 അഷ്ടാംഗ യോഗത്തിലെത്തും. ഇതും കഴിഞ്ഞ് 4-ാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ ലവിങ് ഡിവോഷണൽ സർവീസ് ടു ദ സുപ്രീം ലോർഡ് ഭഗവാൻ ശ്രീകൃഷ്ണ ഭക്തി യോഗയിലെത്തും. അപ്പൊ ഈ 3 സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് ഭക്തി യോഗയിൽ എത്തുന്നത് സാധാരണഗതിയിൽ. എളുപ്പത്തിൽ എങ്ങനെ എത്താൻ പറ്റും? എളുപ്പത്തിൽ എങ്ങനെ എത്താൻ പറ്റും? സാധന കൊണ്ട്, നിരന്തരമായ സാധന കൊണ്ട്. കാരണം നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചു ഈ യജ്ഞത്തിന്റെ എല്ലാം ഭോക്താവ്, നമ്മള് ഉപഭോക്താവാണ്. എഴുതി വെച്ചോണം, നമ്മൾ ഉപഭോക്താവാണ്. നമ്മള് ജനനം എടുത്തവരാണ്. ഇതിന്റെ ഭോക്താവ് ഭഗവാനും നമ്മൾ ഉപഭോക്താവുമാണ്. അപ്പൊ നമ്മൾ ഭോക്താവിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യേണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിൽ വരുമ്പോൾ കസ്റ്റമർ കൺസ്യൂമർ അങ്ങനെയാണോ വരുന്നേ? എനിക്കറിയില്ല. മ്യൂട്ടാണ്. കൺസ്യൂമർ, മറ്റേത് കസ്റ്റമർ അല്ലേ? അപ്പം ഇതിന്റെ വളരെ എളുപ്പമാണ്. കൺസ്യൂമർ സർവീസ് അല്ല, കസ്റ്റമർ സർവീസിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിസ്സാര കാര്യമാണ്. എവിടെ പോയി കഴിഞ്ഞാലും കസ്റ്റമർ സർവീസ് എന്നൊരു സെല്ല് കാണും അല്ലേ? കൺസ്യൂമർ സർവീസ് സെല്ല് ഇല്ല.
അവിടെ സൊസൈറ്റിയിൽ മാത്രമേ ഉള്ളൂ കൺസ്യൂമർ സർവീസ് വരുന്നുള്ളൂ. ഇല്ലേ? ശരിയല്ലേ പറഞ്ഞത്? കോപ്പറേറ്റീവ് സൊസൈറ്റി എടുക്കുമ്പോഴേ കൺസ്യൂമർ സർവീസ് എന്ന് വരുന്നുള്ളൂ. കസ്റ്റമർ സർവീസ്, അതായത് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഭോക്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണ്. അവന്റെ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ നയിക്കുമ്പോൾ നമ്മൾ ഉപഭോക്താവാണ്. ആ കസ്റ്റമറിന്റെ, ആ ഭോക്താവിന്റെ അനുഗ്രഹം കൊണ്ട് ഉപഭോക്താവിന് അനുഗ്രഹം കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഭക്തി യോഗത്തിലെത്തും. ഈ 3 സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നോളജ് മാത്രം കിട്ടിയാൽ മതി. ജ്ഞാനം വിജ്ഞാന സഹിതം അങ്ങനെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ജീവിതത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടു. യാതൊരു ദോഷവും നമ്മളെ ബാധിക്കത്തില്ല. ഒരു പ്രയാസങ്ങൾ, ഞാൻ എഴുതി തരാം, ഒരു പ്രയാസങ്ങളും നമ്മളെ ബാധിക്കത്തില്ല. ഹരേ കൃഷ്ണ. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയാം. സൂര്യക്കാണെങ്കിൽ ഉറക്കം വരുന്നു. നിവേദ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നു കുനിഞ്ഞുറങ്ങുക. പറഞ്ഞു. ഒന്നുമില്ല, നിസ്സാരമായിട്ട് ക്യാപ്സ്യൂൾ പരുവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നിവേദിച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വിഷമാണ് കഴിക്കുന്നത്. മാത്രമല്ല, കലിയുഗത്തിൽ സങ്കീർത്തനം എന്ന യജ്ഞം നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. നമ്മുടെ അറിവ് എന്ന് പറഞ്ഞാൽ ആത്മീയമായ അറിവാണ് നമുക്ക് ആത്യന്തികമായിട്ട് വേണ്ടത്. 3 കാര്യങ്ങളേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഇതിനെയാണ് ഇത്രയും വളച്ചൊടിച്ച് ഇത്രയും സംസാരിച്ചത്. ഭഗവാനും അങ്ങനെ തന്നെ ചെയ്തത്. 18 അധ്യായം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഒറ്റയടിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എന്നെ നീ ഭജിച്ചാൽ മതിയായിരുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. പക്ഷെ ഭഗവാൻ കുറെ വിശദീകരിച്ചിട്ടാണ് പറഞ്ഞു കൊടുത്തത്. സുശീം പ്രഭു. പറഞ്ഞോളൂ പ്രഭു. സുശീം പ്രഭു, ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കണം എന്ത് പറയണം. കുറച്ചു ദിവസമായിട്ട് പറയേണ്ടി വരുന്നുണ്ടല്ലോ. അതെ അതെ. പ്രത്യേകിച്ചൊന്നും ഇല്ല ബ്രോ. കർമ്മം ചെയ്യണമല്ലോ. ചെയ്യുമ്പോ ഡിറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് പലപ്പോഴും നടക്കാറില്ല. എന്തുകൊണ്ടാണ് നടക്കാൻ പറ്റാത്തത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ നാച്ചുറലി ഡിറ്റാച്ച്ഡ് ആവണമല്ലോ. അപ്പൊ പിന്നെ നമ്മൾ സ്വാമി ആയല്ലോ. അതിനാണ് സന്യാസി എന്ന് പറയുന്നത്. സന്യാസിന്റെ നിർവചനം പറഞ്ഞു. അല്ലാതെ ഒരിടത്ത് മെഡിറ്റേറ്റ് ഇരിക്കുന്നതുകൊണ്ടല്ല. സന്യാസം വരും, ഡിറ്റാച്ച്മെന്റ് വരുമ്പോ സന്യാസവും വരും. പിന്നെ അവർക്ക് ഇങ്ങനെയുള്ള താല്പര്യങ്ങളെല്ലാം ഉണ്ടാവില്ല. അവർക്ക് ഒന്നിനോടും ഒരു നിർബന്ധമില്ലാതെ വരും. അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം, ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കാർക്കശ്യം എടുക്കണം. ഇതൊന്നും നമ്മുടേതല്ല, കൊണ്ടുപോയിക്കോട്ടെ, ഇതെല്ലാം കൊണ്ടുപോയിക്കോട്ടെ എന്നല്ല. ഇത് കൊണ്ടുപോകാനുള്ളതല്ല, ഇതിന്റെ ഓണർ ഭഗവാനുള്ളതാണ്. അതിന്റെ സംരക്ഷകനാണ് ഞാൻ. അതെനിക്ക് കിട്ടിയേ തീരത്തുള്ളൂ. ആ ഒരു വാശി നമുക്ക് വേണം. അല്ല, അത് ഇതിനകത്ത് ഇപ്പൊ ഈ ഇതൊക്കെ പഠിപ്പിച്ച് നടക്കുന്നവരും അവർക്ക് പഠിപ്പിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അതും കാണില്ല മറ്റു സന്യാസിക്ക്. ഇല്ല, കാർക്കശ്യം വേണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓണർഷിപ്പ് നമ്മളല്ലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് സൂക്ഷിക്കേണ്ടത്, ഇത് കൊടുക്കേണ്ടത്. ആ ഒരു കാർക്കശ്യം വരുമ്പോൾ ഒരു സബ് ഓണർഷിപ്പ് നമുക്ക് അറിയാതെ നമ്മളിൽ വരുന്നുണ്ട്. സബ് ഓണർഷിപ്പ്, താൽക്കാലിക കാവൽക്കാരൻ. നമ്മൾ താൽക്കാലിക കാവൽക്കാരനാണ് ഭഗവാന് വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളുടെ താൽക്കാലിക കാവൽക്കാരനാണ്. അശു, ഇതൊന്നും എന്റേതല്ല, ഞാനിങ്ങനെ ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊന്നും നമ്മുടെ അല്ല, നമ്മുടെ പ്രോപ്പർട്ടി അല്ല, ആരെങ്കിലും എടുത്തുകൊണ്ട് പോട്ടെ എന്നല്ല അതിനർത്ഥം വരുന്നത്.
അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവര് പറയുന്നു എന്നല്ലാതെ ആ പറയുന്നത് നടന്നില്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല. വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. പറഞ്ഞത് പറഞ്ഞു, ഡ്യൂട്ടിയാണ്, എന്റെ ഡ്യൂട്ടി ആയിട്ട് ഞാൻ പറയുന്നു. എനിക്കിതറിയാം, ഞാൻ പറയുന്നു. അവര് ചിലപ്പോ വരും, ചിലപ്പോ വരുന്നില്ലെന്നിരിക്കും. സത്യം. ചിലപ്പോ അവര് അങ്ങനെയല്ലേ, അങ്ങനെ അവര് അതിൽ നമ്മൾ വിഷമം ഉണ്ടാകാൻ തുടങ്ങി നമ്മൾ വീണ്ടും അറ്റാച്ച്ഡ് ആണ്. നമ്മൾ ആ വിഷമം ഉണ്ടാകാൻ പാടില്ല. അത്രയും ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മളിപ്പോ പറയുന്നു, ഇപ്പൊ യാന്ത്രികമായിട്ട് പ്രഭു എല്ലാ ആഴ്ചയും വരുന്നു, നമ്മള് ക്ലാസ്സിന് വരുന്നു, അപ്പൊ പ്രഭു വന്നില്ലെങ്കിൽ ചിലപ്പോ കുറച്ചു ദിവസം വന്നില്ല, അല്ലെങ്കിൽ എന്ന് പറയുമ്പം പ്രഭുവിന് വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിഷമം ഉണ്ടായാൽ പ്രഭു അറ്റാച്ച്ഡ് ആണെന്ന് അർത്ഥം. തീർച്ചയായിട്ടും. പക്ഷെ നമ്മള് പ്രഭുവിന്റെ കാര്യം ചെയ്തു പോകുന്നു. അതെ, അങ്ങനെ അതൊരു മറ്റൊരു തരത്തിലുള്ള അർത്ഥമാണ്. ശരിയാണ്. ഞാനൊരു പ്രാക്ടിക്കലായിട്ടൊരു പറയുന്നു. അതൊരു സ്പിരിച്വൽ വേയിലുള്ള ഒരു കാര്യം, ഒരു ജ്ഞാനം കൊടുക്കുന്ന രീതിയിൽ. ഒരു നമ്മളെ പ്രവൃത്തികളിൽ ഇപ്പൊ ഞാനിപ്പം ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അപ്പൊ നമ്മളെ പ്രവൃത്തികളിൽ നമ്മള് ഇങ്ങനെ പോകും. അവരെത്രത്തോളം അതുമായിട്ട് യോജിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പതിനീടായാൽ നമുക്ക് പിന്നെ അതിനെ സമയം ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് പിന്നെ അതിനെ സമയം കിട്ടത്തുള്ളൂ. നമ്മുടെ പാതയിൽ ബ്ലോക്കേജ് ഉണ്ടാവും. നമ്മളെ പാതയിൽ നമുക്ക് പോവാം, അവരാരും ഒന്നും വരുന്നില്ല. അതെ. പക്ഷെ നമ്മൾക്ക് നമ്മളെ ലിസൺ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും. ഈ ഉറുമ്പ് പോകുന്നതിന്റെ കൂട്ടാണ്. ഉറുമ്പ് വരിയായിട്ട് പോകും. ഉറുമ്പ് വരിയായിട്ട് പോകുമ്പം ചില ഉറുമ്പുകൾ വന്നിട്ട് ഇങ്ങനെ ഒന്ന് രഹസ്യം പറയുന്ന പോലെ നോക്കും, അല്ലേ? എന്നിട്ട് നോക്കിയിട്ട് ചില ഉറുമ്പ് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിയല്ലേ? ഈ തിരിച്ചു പോകുന്ന ഉറുമ്പിനെ നോക്കിയിട്ട് നേരെ പോയ ഉറുമ്പ് തിരിച്ചു പോകണമെങ്കിൽ എന്ത് പറ്റും? എല്ലാരും കൂടെ തിരിച്ചു പോകും. അവൻ എത്താൻ പറ്റത്തില്ല. അപ്പം ചില ഉറുമ്പുകൾ വരും, ചിരിക്ക് നാരം പറയും, അവർ ചിലപ്പോൾ തിരിച്ചു പോകും. പക്ഷേ ഈ മുമ്പേ പോകുന്ന ഉറുമ്പുകൾ ഇതൊന്നും കെയർ ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത് അങ്ങനെയാണ്. അത് പറഞ്ഞത് ശരിയാണ്, ആ അർത്ഥം ശരിയാണ്. ഞാൻ പറഞ്ഞത് വേറെ രീതിയിലാണ്. അതായത് ഭഗവാന് ഭോഗിക്കേണ്ട വസ്തുക്കളാണെങ്കിൽ പോലും അതിന്റെ സബ് ഓണർഷിപ്പ് നമ്മൾ എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകും. ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ളതല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല. ഇത് ഭഗവാന്റേതാണ്, ഭഗവാന്റെ ഓണർഷിപ്പ് ഉള്ളതാണ്. ആ ഓണർഷിപ്പിന്റെ കാവൽക്കാരനാണ് നമ്മൾ. അങ്ങനെയും കൂടെ ഒരു കർത്തവ്യം നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ ഭൗതികതയിൽ ഭഗവാന് സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആര് വേണമെങ്കിലും എന്തും ചെയ്യട്ടെ, ഞാൻ കണ്ണടച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനതാ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് എന്തോ പറയാനുണ്ട്. മ്യൂട്ടാണ്. പ്രഭു ഒന്നുമില്ല. പ്രഭു എക്സ്പ്രസ് എലിവേറ്റർ ഉണ്ട്, യോഗയിലേക്ക് പോകാനുള്ള എക്സ്പ്രസ് എലിവേറ്റർ. ഞാൻ അതിലേക്ക് പോകാനാ ഉദ്ദേശിക്കണം. എക്സ്പ്രസ് എലിവേറ്റർ. അതെ, സറണ്ടർ ടു ഗോഡ് ആൻഡ് അസോസിയേറ്റ് വിത്ത് പ്യൂർ കൃഷ്ണ ഡിവോട്ടീസ്. കറക്റ്റ്. അവിടെയാണ് അസോസിയേറ്റ് വിത്ത് പ്യൂർ കൃഷ്ണ ഡിവോട്ടീസ്. പ്രയാസമാണ്. എന്തോ പറയുന്നത്? മ്യൂട്ട്. ആ വഴിയിലേക്ക് എത്താൻ ഇതാ വഴി. അതെ, ഞാനത് എന്നായിട്ട് അസോസിയേറ്റ് ചെയ്തു. ഞാനൊരു പ്യുവർ ഡിവോട്ടി ആണെന്ന് പ്രൂവിന് എങ്ങനെ ഗ്യാരണ്ടി പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല, അതാ പറഞ്ഞ. പക്ഷെ തനിയെ മനസ്സിലായിക്കോളൂ. അതെ, തീർച്ചയായിട്ടും. അസൂയ, അതുകൊണ്ടാണ് പറഞ്ഞത് അസൂയാരഹിതമായ ഭക്തിയുത സേവനത്തിലൂടെ പോകണം. അതിനകത്ത് ആത്യന്തികമായിട്ട് നമ്മൾ എടുത്തിട്ടേണ്ടത് മറ്റൊരു ഭക്തന് വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ അവിടെ അസൂയാരഹിതമായ ഭക്തിയുത സേവനം വരുന്നു. അല്ലേ? എല്ലാവരും ഭക്തിയുത സേവന പാതയിലാണ്. അപ്പൊ ആ മറ്റൊരു ഭക്തന് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മളെ കൊണ്ട്, ഭഗവത്ഗീതയിൽ പറയണം, 12-ാമത്തെ അധ്യായത്തിലാണ്, നമ്മളെ കൊണ്ട് അവൻ
ഉത്കണ്ഠാകുലൻ ആകാൻ പാടില്ല, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? യാതൊരുവനെ കൊണ്ട് ഉത്കണ്ഠാകുലനാകാൻ പാടില്ല, അല്ലേ? അവനാണ് എന്റെ യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്, അല്ലേ? ഇതിനകത്ത് ഉത്കണ്ഠ മാത്രമല്ലേ ഉള്ളൂ ഇപ്പൊ. അതെ. അപ്പം കർമ്മയോഗം വളരെ വലുതാണ്. കർമ്മയോഗത്തിന്റെ ആ ഒരു ഒരുപാട് ലെക്ചേഴ്സ് ഒക്കെ വളരെ ദീർഘമായിട്ടുള്ള ലെക്ചേഴ്സ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആണ് കർമ്മയോഗം. കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അത് ആദ്യത്തെ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് ആണ് നിവേദ്യം നാമജപം. ഈ നിവേദ്യം നാമജപം കൊണ്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്ത് വരുമ്പോൾ ഈ പറഞ്ഞ സ്റ്റേജിൽ തീർച്ചയായിട്ടും എത്തും. അനസൂയമായ ഭക്തിയുത സേവനത്തിൽ നമ്മൾ എത്തും. അത് ഗ്യാരണ്ടീഡാണ്. ഇന്നല്ലേ നാളെ എത്തും, അത് ഗ്യാരണ്ടീഡാണ്. റിസൾട്ട് ഗ്യാരണ്ടീഡ്. അതെ രാജീവ് പ്രഭു, റിസൾട്ട് ഗ്യാരണ്ടീഡ്. അസീലടിച്ച് റിസൾട്ട് ഗ്യാരണ്ടീഡ്. ഇന്നല്ലേ നാളെ. വിപിൻ പ്രഭു ഭക്ഷണം കഴിക്കാൻ പോയി. ഹരികൃഷ്ണ. ഓക്കെ, നിവേദ്. ഹരേ കൃഷ്ണ. ഓക്കെ, ലൈക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു there will be a special time for kids. സോ ഞാനൊരു ചെറിയ കഥ പറയാം. ഓക്കെ, സോ ഇവിടെ ലൈക്ക് എവ്രിവൺ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം that Krishna and Sudama were best friends. So 2 points, Krishna was the king of Dwaraka. 1 point, Sudama was a person. അത് ഒരു സ്ക്വയർ മീൽ പോലും ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പേഴ്സൺ ആയിരുന്നു സുദാമ. മീൻസ് he was really poor. So then just keep these 2 points in your mind and then pinavara. So the story starts, Lord Krishna and Sudama were very good friends. So അവര് സന്ദീപനി മുനിയുടെ ആശ്രമത്തില് ലൈക് ഗുരുകുലത്തിന്റെ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് they met. They were really good friends. So in Gurukul you always have a task. എല്ലാ ഡിഫറെന്റ് ചിൽഡ്രൻസിനും വേറെ ടാസ്ക് ഉണ്ട്. സോ കൃഷ്ണ ആൻഡ് സുദാമയുടെ ഒരു ദിവസത്തെ ടാസ്ക് വാസ് അവര് പോയി പൂജയ്ക്ക് വേണ്ടിയുള്ള ഫ്ലവേഴ്സും പിന്നെ കുക്ക് ചെയ്യാനുള്ള വുഡും കളക്ട് ചെയ്ത് വരണം. സോ ദാറ്റ് ഡേ വാസ് ഏകാദശി ആൻഡ് no one fasted, like everyone fasted except Krishna and Sudama to greet Vishnu. So like when they go to the forest, അവർ ഫോറസ്റ്റിൽ പോകുന്ന സമയത്ത് their Guru Mata always used to give them some nuts. പോകുന്ന വഴിക്ക് വിശക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നട്ട്സ് കൊടുക്കും. സോ 2 bundles of nuts കൊടുത്തിട്ടാണ് പോകുന്നത്. സോ വൺ ഡേ ഫോറസ്റ്റിലോട്ട് പോകാനായി. at that time what happened was one minute മ്യൂട്ട്. Oh, sorry, really sorry. അതെ, എവിടെ നിർത്തി? കൃഷ്ണ ആൻഡ് സുദാമ അവര് ഫോറസ്റ്റിൽ പോകാൻ സമയമായി. ആ സമയത്ത് ഒരാള് വന്നു വീട്ടില്. എന്തെങ്കിലും കഴിക്കാനുണ്ടോന്ന് ചോദിച്ചു. ഗുരുമാതയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഗുരുമാത പറഞ്ഞു, ഇവിടെ ഇപ്പൊ ഏകാദശിയാണ്, അതുകൊണ്ട് എല്ലാരും ഫാസ്റ്റ് ചെയ്യാണ്, ഒന്നുമില്ല. കൃഷ്ണന്റെയും സുദാമയുടെയും ആ നട്ട്സിന്റെ കാര്യം മറച്ചു വെച്ചു. ബിക്കോസ് അവര് ഫോറസ്റ്റിൽ പോയി കളക്ട് ചെയ്തുകൊണ്ട് വരേണ്ടതാണ്. അവർക്ക് ഫുഡ് ഇല്ലെങ്കിൽ അവര് ഭയങ്കര ഫാമിഷ്ഡ് ആവും. സോ കൃഷ്ണന്റെ സുദാമയുടെ കാര്യം മറിച്ചു വെച്ചു. സോ ദ person thought, okay, food illa, I'll go. So when he was going, ഇത്രയും വലിയൊരു ഗുരുകുലത്തില് ഇച്ചിരിയെങ്കിലും ഫുഡ് ബാക്കി കാണില്ല, അതെനിക്കൊന്ന് നോക്കണമെന്ന് പറഞ്ഞ് the person who came will start meditating. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ 2 ബണ്ടിൽ നട്ട്സ് കാണും, 2 ബാഗിൽ 2 നട്ട്സ് കാണും. ഈ പേഴ്സണ് പറ്റിക്കപ്പെട്ട ഒരു അവസ്ഥ വന്നു. പെട്ടെന്ന് ദേഷ്യം വന്ന് ശപിച്ചു. ആ ഒരു ബണ്ടിൽ നട്ട്സ്, അതിനകത്ത് ഒരു ബണ്ടിൽ നട്ട്സ് കഴിക്കുന്ന ആള് will surely be, അയാൾക്ക് ഒന്നും ലൈഫിൽ ഒന്നും കിട്ടത്തില്ല ഈ 2 നട്ട്സ് കഴിക്കുന്ന ആള്. സോ സുദാമ ആ സമയത്ത് ഇത് ധ്യാനിക്കുന്ന ആ ട്രീ, മെഡിറ്റേറ്റ് ചെയ്യുന്ന ട്രീയുടെ മേളിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശപിക്കുന്നത്. സുദാമ went to കൃഷ്ണ. അവർ ഫോറസ്റ്റിലോട്ട് പോകാൻ തുടങ്ങി. ഫോറസ്റ്റിലോട്ട് നട്ട്സ് തരുമ്പം ഏറ്റവും ആദ്യം തന്നെ സുദാമ പറയും, ഞാൻ പിടിച്ചോളാം, വെയിറ്റ് കൃഷ്ണൻ എടുക്കണ്ടെന്ന് പറഞ്ഞ് സുദാമ പിടിക്കും. ഫോറസ്റ്റിന്റെ വഴിയിൽ കൃഷ്ണയ്ക്ക് വിശക്കും. ലൈക്ക് ഒരു 10 to 15 steps കഴിയുമ്പോൾ കൃഷ്ണയ്ക്ക് വിശക്കും. കൃഷ്ണ will ask, എനിക്ക് ആ നട്ട്സ് തരൂ, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് കഴിക്കണം. ബട്ട് സുദാമ will do is ഓടിപ്പോയി മരത്തിന്റെ മേളിൽ കയറും. ഓടി ലൈക്ക് ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ് മരത്തിന്റെ മേളിൽ കയറി 2 ബണ്ടിൽ നട്ട്സും കഴിക്കും.
ബിക്കോസ് ഹി ഡസന്റ് നോ ഏത് നട്സിലാണ് കേഴ്സ് ഉള്ളതെന്ന്. 2 നട്സും കഴിക്കും. എന്നിട്ട് തിരിച്ചിറങ്ങി വരുമ്പം കൃഷ്ണ ചോദിക്കും, എനിക്ക് വിശക്കുന്നു, ഞാനിപ്പോ എന്ത് കഴിക്കും, എനിക്കിനി കഴിക്കണം, എന്തെങ്കിലും എനിക്ക് താന്ന് പറയും. സുധാമയ്ക്ക് പെട്ടെന്ന് സങ്കടം വരും. പക്ഷെ എന്നാലും സുധാമ മറച്ചു വെക്കും, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, അതുകൊണ്ടാണ് 2 നട്സും കഴിച്ചത്. സോ മോറൽ ഈസ് ദിസ് ഷുഡ് ബി ദ റിലേഷൻ ബിറ്റ്വീൻ ലോർഡ് കൃഷ്ണ ആൻഡ് ഹിസ് ഡിവോട്ടീസ്. അതിന്റെ ഇടയിൽ ഒന്നും വരാൻ പാടില്ല. സുധാമ സാക്രിഫൈസ് ഹിസ് ഓൺ കംഫർട്ട്. ആ ശാപം ഏറ്റെടുത്തു. അത് കഴിച്ചിരുന്നെങ്കിൽ കൃഷ്ണന് ശാപം കിട്ടിയത്. ശാപം ഏറ്റെടുത്തു സുധാമ, ഞാൻ തന്നെ ഇത് എടുത്തു എന്ന് പറഞ്ഞ് ശാപം ഏറ്റെടുത്തു. ആ ശാപം കാരണം ഹി കുഡന്റ് അച്ചീവ് ഇവൻ എ സ്ക്വയർ മീൽ, പുവർ ആയിപ്പോയി. പക്ഷെ ഈ സെയിം ശാപത്തിന് തന്നെ കൃഷ്ണൻ തന്നെ ഒരു ഇത് കാണിച്ചു കൊടുത്തു. വെൻ ഹി went out of the Dwaraka palace, he became a rich man. So Hare Krishna. Hare Krishna. It's a different story. Thank you. എന്നാലും അതിനകത്തൊരു മോറൽ സൈഡ് നമുക്കുണ്ട്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, അതായത് ആ പാവങ്ങളും ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ഏറ്റെടുക്കാൻ തയ്യാറാവണം. അവിടെയാണ് ഭഗവാന് തലവേദന വരുന്നതും നാരദ മഹർഷി പോലും അത് റിഫ്യൂസ് ചെയ്യുന്നതും ഗോപികമാരത് ഏറ്റെടുക്കുകയും പാപമായാലും കുഴപ്പമില്ല, എൻ്റെ പാദത്തിലെ മണ്ണ് ഞാൻ ഭഗവാന്റെ നെറ്റിയിൽ തുടയ്ക്കാം എന്ന് പറയുന്നതൊക്കെ. ഓക്കെ, ഹരേ കൃഷ്ണ. വിദ്യാജി. ഞാനപ്പോ ഈ 4 എന്താ പറയാ യോഗ അതിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോ ക്ലിയർ ആയിട്ട് ചാപ്റ്റർ 6 ഭഗവത്ഗീത ചാപ്റ്റർ 6 വേഴ്സ് 47 പറയുന്നുണ്ട്, ഓഫ് ഓൾ യോഗീസ്, 4 തരം യോഗീസില് the one whose mind is always absorbed in me and engaged in devotion, I will consider them the highest of all. അതായത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, this is the highest of all, that is bhakti yoga is the highest of all. Same in chapter 18 verse 55 അത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, only by loving devotion to me a person will come to know that I am the truth. അപ്പോ loving devotion കൊണ്ട് മാത്രം a person will realize that I am the truth, and then having coming to know about me, then the devotee will fall into full consciousness. So basically bhakti yoga is the highest form of yoga in the Bhagavad Gita il thanne clear aayittu. Hare Krishna. Thank you മാതാജി പറഞ്ഞത് കാര്യം. ശ്രീല പ്രഭുപാദര് പലയിടത്തും റിപ്പീറ്റഡ് ആയിട്ട് കോട്ട് ചെയ്തിട്ടുള്ള 2 ശ്ലോകങ്ങളാണ്, ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിട്ടുള്ള 2 ശ്ലോകങ്ങളാണ് ജന്മ കർമ്മജമേ ദിവ്യം ഒരു ശ്ലോകം, 2 നമ്മുടെ അവതാരികയിൽ പോലും കൊടുത്തിരിക്കുന്ന, അവതാരികയിലും പ്രഭുപാദരെ കൂട്ടിയ ശ്ലോകമാണ് ഈ 6ാമത്തെ ചാപ്റ്റർ 47ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്, യോഗിനാമഭി സർവേഷാം മദ്ഗതേനാന്തരാത്മനോ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്ത തമോ മതഃ. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും. അപ്പൊ ഇവിടെ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആര് പറഞ്ഞു ആര് പറഞ്ഞില്ലയോ, ശരിയാണോ തെറ്റാണോ ഒന്നും ചിന്തിക്കരുത്. പൂർണ്ണ വിശ്വാസം അത് ഭഗവാനിൽ ഉണ്ടാവണം. നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു പോയിന്റ് ജയപ്രകാശ് പ്രഭു പറഞ്ഞു, വിശ്വാസമല്ലേ എല്ലാം എന്ന് പറഞ്ഞു. ഇല്ലേ? ശരിയല്ലേ? എന്തുറപ്പാണുള്ളത്? ഒരുറപ്പുമില്ല. ഇത് റിസൾട്ട് കിട്ടുമോ, ഇത് കഴിച്ചാൽ മതിയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഒന്നുമല്ല. അപ്പോഴാണ് ജയപ്രകാശ് പറഞ്ഞത് ഇതൊക്കെ ഒരു വിശ്വാസത്തോടെയാണ്. പല രാജ്യങ്ങളും ഇത് സ്വീകരിക്കുന്നു, ഒഫീഷ്യലായിട്ട് സ്വീകരിക്കുന്നു, പിന്നെ അവരുടെ ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർ സ്വീകരിക്കുന്നു, ഇല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അതൊരു വിശ്വാസം. അപ്പൊ ആ ഒരു വിശ്വാസമാണ് ഈ ഭഗവത്ഗീതയിൽ വേണ്ടത്. അപ്പം താങ്ക് യു വിദ്യാമാതാജി. ഇതാണ് വേണ്ടത്, ഈ ഒരു വിശ്വാസം. എന്നെ പരിപൂർണമായിട്ട് വിശ്വസിക്കുക, ഭഗവാനിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഭഗവാനിൽ വിശ്വസിക്കുക, ശ്രീകൃഷ്ണ ഭഗവാനിൽ വിശ്വസിക്കുക, ഭഗവത്ഗീതയിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു കഴിച്ചിട്ട് വന്നു, ഞങ്ങള് വിശന്നു, അമൃതമാതാജിയാണ് ഈ കോട്ടുവായും വിട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു ഹരേ കൃഷ്ണ. വാഷ്റൂം പോയത്. താങ്ക് യു. അപ്പൊ നന്നു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാറായോ? ഏകം ശാസ്ത്രം ചരണല്ലേ?
നന്ദനയാ ചെല്ലുന്നത് ഏകം ശാസ്ത്രം. ഓക്കെ, एकं शास्त्रं देवकी पुत्र गीतम् एको देवो देवकी पुत्र एव एको मन्त्रसत समानि यानि कर्माभि एकं तस्य देवस्य सेवा त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. वसुदेवसुतं देवं कंसचारूणमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरु. कात्यायनी महामाये महायोगी नदीश्वरी नन्दगोपसुतं देवीं परिहृते नमः. श्रीकृष्णं शरणं मम दासोऽहं कृष्णदास्मि. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. എല്ലാവർക്കും ഭഗവാന്റെ, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, നമ്മുടെ ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഭഗവാന്റെ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇന്ന് പ്രഹ്ലാദൻ ചേട്ടൻ എന്ത് പറ്റി?